ഈ ഒരു ബലേനയുടെ ഫ്രണ്ട് ലുക്ക് നമ്മൾ നോക്കിക്കൊണ്ട് നമുക്ക് ഏതാണ് വേരിയന്റ് ബലേനോ എന്ന് നമുക്ക് ഐഡന്റിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. മാരുതി സുസുക്കിയുടെ വാഹനങ്ങളുടെ റിവ്യൂ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചിട്ട് ആൾക്കാർ പറയല് പവർ കുറവാണ്, പപ്പടം വണ്ടി അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ എല്ലാവർക്കും നമസ്കാരം, ഇത് ഏറ്റവും പുതിയ ബലേന ആണ്. ഇപ്പം നമ്മൾ നിരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെ റോഡിൽ അല്ലെങ്കിൽ നിയറസ്റ്റ് ടൗണിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബലേനെങ്കിലും നമുക്ക് കാണാണ്ടിരിക്കാൻ പറ്റില്ല അല്ലേ. എന്തായാലും നമ്മൾ എവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും ഒരു ബലേനെങ്കിലും ഉണ്ടാവും. അത്രയും കൂടുതൽ ആൾക്കാർ ആണ് ബലേനോ ഇഷ്ടപ്പെടുന്നത്. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ആൾക്കാർ ഇഷ്ടപ്പെടാനും ബലേനോ വാങ്ങിക്കാനും വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. ബലേനോയിൽ തന്നെ ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വേരിയൻറ്റ് കൂടിയാണ് ഈ ഒരു വേരിയൻറ്റ്, ബേസ് വേരിയൻറ്റ് സിഗ്മ വേരിയൻറ്റ്. നിങ്ങളിപ്പോൾ സ്വിഫ്റ്റൊക്കെ എടുക്കാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വേരിയൻറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു ഡ്രൈവ് ഉണ്ട്. മാരുതി സുസുക്കിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു പ്രീമിയം ഹാഷ് ബാക്ക് സെഗ്മെൻറ്റ് കൂടിയാണ് ബലേനോ. നമുക്കറിയാം ടൊയോട്ട ഗ്ലാൻസി ആയിട്ട് പോലും ഈ ഒരു വാഹനം ഇറക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള പ്രധാന കാരണം അത്രയും നല്ലൊരു വാഹനം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് ബലേനോ. ഒരു വർഷത്തോളമായിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. എന്തുകൊണ്ട് ബലേനോ എടുത്തെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട് ബലേനോ സിഗ്മ ബേസ് വേരിയൻറ്റ് തന്നെ ഞാൻ എടുത്തു എന്നും കൂടി ലാസ്റ്റ് ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു ബലേനയുടെ ഫ്രണ്ട് ലുക്ക് നമ്മൾ നോക്കിക്കൊണ്ട് നമുക്ക് ഏതാണ് ബലേനോ എന്ന്, ഏതാണ് വേരിയൻറ്റ് ബലേനോ എന്ന് നമുക്ക് ഐഡൻറ്റിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിപ്പം ബേസ് വേരിയൻറ്റ് സിഗ്മ വേരിയൻ്റ് ആണ്. ഈ ഒരു ബലേനയുടെ ഫ്രണ്ട് ലുക്കും അതുപോലെ തന്നെ ഇതിന് മുകളിലുള്ള ടോപ്പ് എൻഡ് വരെയുള്ള ബലേനയുടെ ലുക്കും ഓൾമോസ്റ്റ് സെയിം ആണ്. പെട്ടെന്ന് ആൾക്കാർക്ക് ഐഡൻറ്റിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിൽ പ്രധാനമായിട്ടുള്ള ഇവിടെ ഒരു ക്രോം ഫിനിഷ് വരുന്നുണ്ട് ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിനൊക്കെ. ഇതിന് അത് വരുന്നില്ല. പക്ഷേ ഇതിനാണ് കൂടുതൽ ലുക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു ക്രോം വരുമ്പം ഇതിൻ്റെ ലുക്ക് പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഹാലജൻ ബൾബാണ് ഹെഡ്ലൈറ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വേരിയൻറ്റിൽ ഫോഗ് ലൈറ്റ് വരുന്നില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ബേസ് വേരിയൻറ്റ് മുതൽ ബലേനോ ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരെയുള്ള ബലേനോയുടെ ഫ്രണ്ട് ലുക്ക് കാണുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഒറ്റ നോട്ടത്തിൽ ഓൾമോസ്റ്റ് സെയിം ആണ് ലുക്കൊക്കെ. ഇനി നമുക്ക് വശങ്ങളിലേക്ക് നോക്കാം. അതുപോലെ തന്നെ റിയർ സൈഡ് നോക്കാം, ഇൻറ്റീരിയർ നോക്കാം, പിന്നെ ഒരു ഡ്രൈവ് ഉണ്ട്, അതൊക്കെ ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതിൻ്റെ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ മെയിനായിട്ട് പറയേണ്ട ഈ ഒരു മിററാണ്. മിറർ നമുക്ക് ബോഡി കളറല്ല വരുന്നത് ബേസ് സിഗ്മ വേരിയൻറ്റിൽ. ഇതിന് പെയിൻറ്റ് ചെയ്തതാണ്. ഷോറൂമിൽ തന്നെ ഇറക്കുന്നതിന് മുമ്പായിട്ട് പെയിൻറ്റ് ചെയ്ത് മിറർ ബോഡി കളർ തന്നെ ആക്കിയെടുത്തതാണ്. അതുപോലെ തന്നെ 4 ഡോർ പാഡിലും ബോഡി കളറല്ല വരുന്നത്, അതിനും വൈറ്റ് പെയിൻറ്റ് ബോഡി കളർ പെയിൻറ്റ് ചെയ്തതാണ്. ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള വേരിയൻറ്റും അതുപോലെ തന്നെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണോ എന്ന് ഐഡൻറ്റിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിന് മിറേഴ്സിനും അതുപോലെ തന്നെ ഡോർ പാഡിനും പെയിൻറ്റ് അടിച്ചത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. വീൽ കപ്പാണ് വരുന്നത് ഈ ഒരു വേരിയൻറ്റിൽ, അലോയൊന്നും വരുന്നില്ല. ഈ ഒരു വാഹനത്തിൻ്റെ റിയർ സൈഡ് വരികയാണെങ്കിൽ ബലേനോ എന്നൊരു ബാഡ്ജിങ് ഉണ്ട്. അതുപോലെ തന്നെ സുസുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എംബ്ലം ഉണ്ട്. പിന്നെ റിയർ ക്യാമറ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഷോറൂമിൽ തന്നെ ആഡ് ചെയ്തതാണ്. പിന്നെ പ്രത്യേകിച്ചിട്ട് ഏത് വേരിയൻ്റ് ആണ് ബലേനോ എന്ന് നമുക്ക് ഒരിക്കലും ഐഡൻറ്റിറ്റി ചെയ്യാൻ പറ്റാത്തത് ഇതിൻ്റെ റിയർ സൈഡിലാണ്. നമുക്ക് പ്രത്യേകിച്ചിട്ട് മാറ്റങ്ങളൊന്നുമില്ല. ബ്രേക്ക് ലൈറ്റൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെയുണ്ട്. ബലേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്ക് ലൈറ്റ് ഇതിൻ്റെ റിയർ സൈഡാണ് ഏറ്റവും ഭംഗി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ബലേനയുടെ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ബേസ് വേരിയൻ്റ് തൊട്ട് തന്നെ ഇതിന് സെൻസർ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സെൻസർ. ഇതിന് ബേസ് വേരിയൻറ്റ് സിഗ്മ വേരിയൻറ്റ് തന്നെ സെൻസർ വരുന്നുണ്ട്, റിവേഴ്സ് സെൻസർ. അധികം ആൾക്കാർക്കും കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് റിയർ സൈഡ് സീറ്റ്. 3 പേർക്ക് ലാവിഷായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇതിൻ്റെ റിയർ സൈഡിൽ. പിന്നെ നമുക്ക് നല്ല ഹെഡ് സ്പേസും തരുന്നുണ്ട്, ലെഗ് സ്പേസും തരുന്നുണ്ട്. പിന്നെ ഈ ഒരു വേരിയൻറ്റിൽ 6 എയർ ബാഗ് കൂടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് 3 ഹെഡ് റെസ്റ്റും കൂടെ ഈ ഒരു ബേസ് വേരിയൻറ്റിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ റിയർ AC ഒന്നും വരുന്നില്ല, അതൊന്നും ബേസ് വേരിയൻറ്റിൽ ഏതൊരു വാഹനത്തിനും വരുന്നില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിയർ സൈഡിലെ ഡോറൊക്കെ ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട്. വൈഡായിട്ട് തന്നെ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. റിയർ സൈഡിലിരിക്കുന്നവർക്ക് കംഫർട്ടായിട്ട് 3 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് ബലേനോ. അതായത് ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരെയുള്ള വാഹനങ്ങളുടെ ഇൻറ്റീരിയറൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് വരുന്നത്. അത്
വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സെൻസർ വരുന്നുണ്ട് ഈ ഒരു ബേസ് വേരിയൻറ്റ് തന്നെ. അത് നമുക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതുപോലെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല, മിറർ ഹോൾഡിംഗ് ഒന്നും ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നില്ല ഈ ഒരു ബേസ് സിഗ്മ വേരിയൻറ്റിൽ. ഇവിടെ ഒരു പ്ലെയിൻ ആയിട്ടാണുള്ളത്. പക്ഷേ 9 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഞാൻ ഈ വണ്ടി എടുത്തപ്പം ഷോറൂമിൽ തന്നെ ആഡ് ചെയ്തതാണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട് ഇതിൽ. അത് ബേസ് വേരിയൻറ്റ് തന്നെ വരുന്നുണ്ട്. ഇതിന് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും വരുന്നില്ല. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം അത്യാവശ്യം വോളിയം കൺട്രോളും അതുപോലെ തന്നെ മ്യൂട്ടും നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ അത് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. USB ചാർജിങ് സ്പോട്ട് വരുന്നില്ല. നമുക്ക് സോക്കറ്റ് വരുന്നുണ്ട് 12 വോൾട്ടിൻ്റെ. ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് അത് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC കൺട്രോളൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് ബേസ് വേരിയൻറ്റിൽ തന്നെ വരുന്നത്. ഷോറൂം തന്നെ ഒരു 9 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സ്പീക്കറും മാത്രമാണ് വണ്ടി ഇറക്കുമ്പോൾ ഞാൻ ആഡ് ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളായിട്ട് ഒന്നും ഞാൻ ആഡ് ചെയ്തില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ബലെനോ എടുത്തൊരു ഡ്രൈവ് പോവാണ് ഞാൻ. നല്ല രീതിയിൽ നമുക്ക് സമാധാനപരമായിട്ട് ലാഗൊന്നും ഇല്ലാണ്ട് നമുക്ക് ബലെനോ എടുത്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പ്രത്യേകിച്ചിട്ട് പറയേണ്ടത് മാരുതി സുസുക്കിയിൽ 1.2 4 സിലിണ്ടർ വരുന്നൊരു വെഹിക്കിൾ കൂടിയാണ്. ഇപ്പം സ്വിഫ്റ്റൊക്കെ ഡ്രോബാക്ക് ഉണ്ട്, 3 സിലിണ്ടർ ആക്കി കൺവേർട്ട് ആക്കി. പിന്നെ പവർ കുറവാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്, കുറച്ച് ഡ്രോബാക്ക് ഉണ്ട് സ്വിഫ്റ്റിന്. പക്ഷേ ബലെനോ ഇപ്പം 4 സിലിണ്ടർ ആയിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമുക്ക് മലയോര പ്രദേശത്തെല്ലാം ഓടിക്കുമ്പം കുറച്ച് ഹിൽ ഏരിയയിലെല്ലാം ബലെനോ ഓടിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ട വരുന്നുണ്ട്. കാരണം ആ പവറിൻ്റെ ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. പക്ഷേ ഹൈവേയിലാണെങ്കിലും സിറ്റിയിലൊക്കെ ഓടിക്കാൻ നല്ല വെഹിക്കിൾ തന്നെയാണ് ബലെനോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഞാൻ ബലെനോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്ക് നമ്മളതിനനുസരിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു വാഹനം എനിക്ക് വേണമായിരുന്നു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ബലെനോ ആയിരുന്നു ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ഞാൻ ബേസ് സിഗ്മ വേരിയൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്കധികം ഫീച്ചേഴ്സൊന്നും വേണമെന്നുണ്ടായിരുന്നില്ല. നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് അല്ലാണ്ട് കൂടുതലായിട്ട് മോഡിഫൈ ചെയ്യേണ്ട അങ്ങനെയൊന്നും എനിക്ക് വേണമെന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ബലെനോയിൽ കൂടുതലായിട്ട് ഫീച്ചേഴ്സൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പം പുറത്തുനിന്നാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഷോറൂമിൽ നിന്ന് തന്നെ 9 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും 4 സ്പീക്കറും മാത്രം ആഡ് ചെയ്തതാണ്. പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള വേണ്ട ഫുൾ മാറ്റ്, പിന്നെ കട്ട് മാറ്റ്, ഇത്ര കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. വീൽ കപ്പ് ചെയ്തു, പിന്നെ ഇത്ര കാര്യങ്ങളാണ് ചെയ്തത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ അതൊന്നും ആഡ് ചെയ്യാൻ നിന്നില്ല. എനിക്ക് അത്യാവശ്യം വേണ്ട കാര്യം വേണ്ടി മാത്രം ഞാൻ ആഡ് ചെയ്തു. ഇപ്പം ഇതിൻ്റെ മുകളിലുള്ള വേരിയൻറ്റിലൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടോപ്പ് എൻഡ് വേരിയൻ്റ് ഒക്കെ വരുമ്പോൾ ഇതിനേക്കാളും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്രയും ഫീച്ചേഴ്സ് വേണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നല്ലൊരു വെഹിക്കിൾ വേണം. അതുകൊണ്ടാണ് ഞാൻ ബലെനോ ചൂസ് ചെയ്തത്. ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈലേജ്, റീസെയിൽ വാല്യൂ, മെയിൻ്റെനൻസ്, കാണാനുള്ള ലുക്ക്, പിന്നെ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഗ്രൗണ്ട് ക്ലിയറൻസ്. ഞാനിപ്പം 1000 കിലോമീറ്ററിൻ്റെ അടുത്തായി ഓടിക്കുന്നത്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് അങ്ങനെ കുറവായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ കെയർ ചെയ്തിട്ടാണ് വണ്ടി എടുക്കൽ. പിന്നെ അതുപോലെ ഇപ്പം കാണിക്കുന്ന മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു 40-50 വരെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് കഴിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് 10,000-ൻ്റെ സർവീസ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൈലേജിൻ്റെ കാര്യമൊക്കെ കറക്റ്റ് പറയാൻ പറ്റൂ. മൈലേജ് കിട്ടുന്നതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് നല്ല റോഡ് വേണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊരു വാണിംഗ് കാണിക്കും. നമ്മളൊരു ഗിയർ ഇപ്പം സെക്കൻഡിൽ പോവുകയാണെങ്കിൽ, ഒരു 40-ന് മുകളിൽ സെക്കൻഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് വാണിംഗ് കാണിക്കുന്നുണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഡൗൺ ചെയ്യേണ്ട അടുത്ത് ഡൗൺ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ കമ്പനി പറയുന്ന മൈലേജ് എന്തായാലും കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു റോഡും നമുക്ക് വേണം. ഇതൊക്കെ ഈ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് കമ്പനി പറയുന്ന മൈലേജ് എന്തായാലും കിട്ടും. അതിൽ കൂടുതൽ മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട്. മാരുതി സുസുക്കിയുടെ വാഹനങ്ങളുടെ റിവ്യൂ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചിട്ട് ആൾക്കാർ പറയൽ പവർ കുറവാണ്, പപ്പടം വണ്ടി, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ക്യാഷിനനുസരിച്ചിട്ടുള്ള വണ്ടി നമുക്ക് കമ്പനി തരുന്നുണ്ട്. ഇപ്പോൾ ഫ്രോൺസ് ആണെങ്കിലും ബലെനോ ആണെങ്കിലും സ്വിഫ്റ്റ് ആണെങ്കിലും, സ്വിഫ്റ്റിന് പവർ കുറയുന്നതിനനുസരിച്ചിട്ട് മൈലേജ് കൂടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം കൂടിയുണ്ട്.
ബലേനോ സംബന്ധിച്ചിടത്തോളം എല്ലാം കൊണ്ടും പെർഫെക്റ്റ് വെഹിക്കിൾ നമുക്ക് പറയാം. ബലേനോ ഗ്ലാൻസ് ഒക്കെ നമുക്ക് ഗൾഫ് കൺട്രീസിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പല റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ വരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വെഹിക്കിൾ ആയതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു വാഹനം ഉണ്ടാവില്ല വിപണിയിൽ. നിങ്ങളെ അഭിപ്രായങ്ങൾ കൂടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ബലേനോയെ കുറിച്ചിട്ടും മാരുതി സുസുക്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ വൈകാതെ തന്നെ നമ്മൾ കുറച്ച് വണ്ടി ഉപയോഗിച്ചിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. എൻ്റെ ചാനലിൽ കൂടുതലായിട്ട് ആൾക്കാരുടെ യൂസർ എക്സ്പീരിയൻസ് ആണെന്നുള്ളത് പുതിയ വാഹനങ്ങളുടെ നിങ്ങൾ കയറി നോക്കിയാൽ മനസ്സിലാവും. ഏതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളുടെയും യൂസർ എക്സ്പീരിയൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പുതിയ വാഹനങ്ങളുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതാണ്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറെ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക.